ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ +2 മാത്തമാറ്റിക്സ് പബ്ലിക് എക്സാം 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ കഴിഞ്ഞ പബ്ലിക് എക്സാമിൻ്റെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം തന്നെ വളരെ മികച്ച നിലവാരമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. മാത്സ് പ്രത്യേകിച്ചും വളരെ നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് കാണാൻ സാധിച്ചത്. ഈ കഴിഞ്ഞ മോഡൽ എക്സാം ആണെങ്കിലോ ഒത്തിരി എളുപ്പമായിരുന്നു. വളരെ ഈസി ആയിട്ടുള്ള, വളരെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് മോഡൽ എക്സാമിന് കാണാൻ സാധിച്ചത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പല രീതിയിലുള്ള, സാധാരണഗതിയിൽ ചോദിക്കാത്ത രീതിയിലുള്ള പല ക്വസ്റ്റ്യൻസും പബ്ലിക് എക്സാമിന് കാണാൻ സാധിച്ചു. ഓരോ ക്വസ്റ്റ്യൻസും വളരെ ചിന്തിച്ച് എഴുതേണ്ട ക്വസ്റ്റ്യൻസുകൾ തന്നെയായിരുന്നു. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടായിരിക്കും പല കുട്ടികൾക്കും അത് കംപ്ലീറ്റ് ചെയ്യാൻ സമയം തികയാണ്ട് വന്നു. എന്തായാലും നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു പബ്ലിക് എക്സാം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് എല്ലാം ഈസി ആയിരുന്നു? നിങ്ങൾ പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു? എല്ലാം ചെയ്യാൻ പറ്റിയോ? എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്തായാലും നമുക്കിതിൻ്റെ ആൻസർ കീ ഒന്ന് നോക്കിക്കളയാം. ഒപ്പം തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. First question, a function f defined on n, the natural numbers as f of n is equal to 2n, n belongs to n, then f is dash. Function defined on n എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ n to n ആണ്, n defined as f of n is equal to 2n. നമുക്ക് കാണേണ്ടത് 1 1ഉം അതുപോലെ തന്നെ on 2 ആണോ എന്നുള്ളതും നോക്കണം. സോ 1 1 ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ f of a is equal to f of b ആണെന്നുണ്ടെങ്കിൽ a is equal to b എന്ന് കിട്ടണം. സോ f of a equal to f of b എന്ന് ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 2a is equal to 2b എന്ന് എഴുതാം. therefore a is equal to b എന്ന് കിട്ടും. ആൻഡ് എഫ് ഇസ് 1 1 എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമുക്കിതുപോലെ ഒരു ഡയഗ്രാമൊക്കെ വരച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് നാച്ചുറൽ നമ്പേഴ്സിലേക്കുള്ള സെറ്റാണ്. സോ ഇവിടുത്തെ ഫസ്റ്റ് സെറ്റിൽ നിന്ന്, അതായത് നാച്ചുറൽ നമ്പേഴ്സിലെ എല്ലാ എലമെൻസിനും ഇവിടെ എന്തുണ്ട്, ഒരു ഇമേജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. 2n എന്നുള്ള രീതിയിലുള്ള ഒരു ഇമേജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് ഇവിടെയുള്ള നമ്മൾ ഏതെങ്കിലും ഒരു ഓഡ് നമ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ 3 എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്തില്ല, ഒരു പ്രീ ഇമേജ് ഈ n എന്ന് പറയുന്ന സെറ്റിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അതെന്തല്ല, ഓൺ ടു അല്ല എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വരച്ച് നോക്കിയിട്ട് ആൻസർ എഴുതാം, അതല്ലെങ്കിൽ ഡെഫിനേഷൻ വെച്ചിട്ട് എഴുതാം. ഇത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ഒന്നും വേണ്ട, ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ആൻസർ ടിക്ക് ചെയ്യാം. ഓപ്ഷൻ നമ്പർ ബി 1 1 ബട്ട് നോട്ട് ഓൺ ടു എന്നുള്ളത് എഴുതാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 6 തന്നിട്ടുണ്ട്. r equal to set 1 4 2 5 3 6 is a relation from a to b. check whether r is a bijection or not and justify your answer. ഇതും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം. 6 തന്നിട്ടുണ്ട്, എയും ബിയും തന്നിട്ടുണ്ട്. സോ എയിലുള്ള എല്ലാ എലമെൻസിനും എന്തുണ്ട്, ഇവിടെ ഒരു യൂണീക്ക് ഇമേജ് ഉണ്ട്. 1 4 2 5 3 6 ആ രീതിയിൽ എല്ലാ എലമെൻസിനും ഒരു ഇമേജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ബി എന്ന് പറഞ്ഞ സെറ്റിലത്തെ ഒരു എലമെൻറ്റ് 7 എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്തില്ല, ഒരു പ്രീ ഇമേജ് ഇല്ല. സോ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഇസ് നോട്ട് ഓൺ ടു എന്ന് പറയാം. ഓൺ ടു അല്ലാത്തത് കൊണ്ട് എന്തെല്ലാം ഫംഗ്ഷൻ ആർ എന്ന് പറയുന്നത് എന്തെല്ലാം ബൈജക്റ്റീവ് അല്ല എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറയുമ്പോൾ ഇത് തന്നെ 1 1 ആണ്, ഓൺ ടു അല്ലാത്തത് കൊണ്ട് അതെന്തല്ല, ബൈജക്റ്റീവ് അല്ല. രണ്ടും 1 1ഉം ഓൺ ടു ആണ്. രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് നമ്മൾ എന്തെന്ന് പറയുക, ബൈജക്റ്റീവ് എന്ന് പറയാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് എ ഈസ് എ സ്ക്വയർ മെട്രിക്സ് സച്ച് ദാറ്റ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ദെൻ i പ്ലസ് എ ഹോൾ ക്യൂബ് മൈനസ് 7a ഈസ് ഡാഷ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതും ചെയ്ത് നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ എന്ന് തന്നിട്ടുണ്ട്. സോ i പ്ലസ് എ ഹോൾ ക്യൂബ് മൈനസ് 7a എന്നുള്ളതൊന്ന് എക്സ്പാൻഡ് ചെയ്യുക, എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്നുള്ള രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുക. സോ ഈക്വൽ ടു i ക്യൂബ് പ്ലസ് 3i സ്ക്വയർ ഇൻറ്റു എ പ്ലസ് 3i ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ക്യൂബ് മൈനസ് 7a എന്ന് എഴുതാം. i ക്യൂബ് മീൻസ് ഇറ്റ് ഇസ് i itself ആൻഡ് i സ്ക്വയർ എന്ന് പറയുന്നതും i തന്നെയാണ്. സോ 3 ഇൻറ്റു i സ്ക്വയർ എ എന്നുള്ളതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ടേം. അതിന് നമുക്ക് 3 ഇൻറ്റു i സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് i തന്നെയാണ്. ഐനെ എ എന്ന് പറഞ്ഞ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ നമുക്കതിനെ 3 ഇൻറ്റു എ എന്ന് പറഞ്ഞിട്ട് എഴുതാം. പ്ലസ് 3i ഇൻറ്റു എ സ്ക്വയർ എന്നുള്ളതാണ് മൂന്നാമത്തെ ടേം. എ സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ എ ആണ്. സോ എ ഇൻറ്റു ഐ തന്നെയാണ് വീണ്ടും ചെയ്യുന്നത്. ഐഡൻറ്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് എ തന്നെയാണ്. സോ നമുക്കതിന് 3a എന്ന് പറഞ്ഞിട്ട് എഴുതാം. പ്ലസ് എ ക്യൂബ് എന്നുള്ളതിന് എ സ്ക്വയർ ഇൻറ്റു എ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഈക്വൽ ടു i പ്ലസ് 3a എന്ന് പറയുന്നതിന് നമുക്ക് 6a എന്ന് എഴുതാം. പിന്നെ എ സ്ക്വയർ എന്നുള്ളത് വീണ്ടും നമുക്ക് എ തന്നെ എഴുതാം. സോ എ ഇൻറ്റു എ എന്ന് എഴുതാം മൈനസ് 7a. വീണ്ടും എ ഇൻറ്റു എ എന്ന് പറയുമ്പോൾ അത് എ സ്ക്വയർ ആണ്. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, എ തന്നെയാണ്. സോ 6a പ്ലസ് എ മൈനസ് 7a എന്ന് കിട്ടും. 6a പ്ലസ് എ എന്ന് പറയുമ്പോൾ 7a ആണ്. 7a മൈനസ് 7a എന്ന് പറയുമ്പോൾ അത് 0 ആയിപ്പോയി. സോ ഈക്വൽ ടു ഐഡൻറ്റിറ്റി മെട്രിക്സ് i എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് എക്സ് ആൻഡ് വൈ. എക്സും വൈയും കാണണം. മെട്രിക്സ് തന്നിട്ടുണ്ട്. തന്നതുപോലെ മെട്രിക്സ് എഴുതാം. 2 ഇൻറ്റു മെട്രിക്സ് 1 3 0 x എക്സ് പ്ലസ് വൈ 0 1 2 ആൻഡ് 8 6 1 8. ഇപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 6 0 2 x എന്ന് എഴുതാം. അതുപോലെ എക്സ് പ്ലസ് വൈ 0 1 2 അതുപോലെ ഈക്വൽ ടു 8 6 1 8 എന്ന് RHS എഴുതാം. ഇനി രണ്ട് മെട്രിക്സ് ഒന്ന് ആഡ് ചെയ്യുക. സോ 2 പ്ലസ് എക്സ് പ്ലസ് വൈ 6 ആൻഡ് 1 2x plus 2 equal to 8 6 1 8 എന്ന് കിട്ടും. ഓരോ എലമെൻറ്റും കമ്പയർ ചെയ്യുമ്പോൾ 2 plus x plus y equal to 8 എന്ന് എഴുതാം. അതുപോലെ 2x plus 2 equal to 8 എന്ന് എഴുതാം.
രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് 2x + 2 = 8 ആണെങ്കിൽ അതിൽ നിന്ന് x = 3 എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും. ആ x = 3 എന്നുള്ള വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് y-യുടെ വാല്യൂ കിട്ടും. y = 3 എന്ന് കിട്ടും. therefore x = 3 and y = 3 രണ്ടും 3 തന്നെയായിട്ടാണ് കിട്ടുക. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഒരു ഗ്രാഫാണ്. ഈ ഗ്രാഫ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഗ്രാഫ് തന്നിട്ടുള്ളത് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണ്. എല്ലാ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും ഗ്രാഫ് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇത് ഗിവൺ ഗ്രാഫ് സൈൻ ഇൻവേഴ്സ് എക്സ്. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആക്കാനാണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് √1 + x² - 1 ഡിവൈഡഡ് ബൈ എക്സ്. സോ ഇവിടെ നമ്മൾ എക്സിന് ടാൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് √1 + tan² θ - 1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ എന്ന് വരും. ഇനി ഇവിടെ 1 + tan² θ മീൻസ് ഇറ്റ് ഈസ് sec² θ. അതിൻ്റെ റൂട്ട് കാണുമ്പോൾ നമുക്ക് sec θ എന്ന് കിട്ടും. = sec θ - 1 ഡിവൈഡഡ് ബൈ tan θ എന്ന് എഴുതാം. ഇനി sec θ നമുക്ക് 1 cos θ എന്നും tan θ sin θ cos θ എന്നും എടുക്കാം. അത് സിംപ്ലിഫൈ ചെയ്താൽ 1 - cos θ cos θ ഡിവൈഡഡ് ബൈ sin θ cos θ എന്ന് എഴുതാം. cos θ ക്യാൻസൽ ചെയ്താൽ 1 - cos θ sin θ എന്ന് കിട്ടും. ഇനി നമുക്കറിയാം 1 - cos θ 1 - cos 2θ എന്ന് പറയുന്നത് 2 sin² θ എന്നാണ്. സോ 1 - cos θ എന്നുള്ളതിന് 2 sin² θ/2 എന്ന് എഴുതാം. അതുപോലെ തന്നെ sin 2θയുടെ ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. sin 2θ മീൻസ് ഇറ്റ് ഇസ് 2 sin θ cos θ. therefore sin θ എന്ന് പറയുമ്പോൾ 2 sin θ/2 × cos θ/2 എന്ന് കിട്ടും. അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞിട്ട് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ നമുക്കിതിനെ ടാൻ ഇൻവേഴ്സ് ഓഫ് sin θ/2 × cos θ/2 എന്ന് എഴുതാം. = ടാൻ ഇൻവേഴ്സ് ഓഫ് tan θ/2 എന്ന് കിട്ടും. ഇനി ടാനും ടാൻ ഇൻവേഴ്സും വന്നതുകൊണ്ട് നമുക്കതിന് θ/2 എന്ന് മാത്രം എഴുതാം. ഇനി തീറ്റയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ തിരിച്ചു കൊടുക്കുക. അതായത് x = tan θ എന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. സോ θ = tan ഇൻവേഴ്സ് ഓഫ് x എന്ന് എഴുതാം. സോ = tan ഇൻവേഴ്സ് ഓഫ് x/2 എന്നുള്ളതാണ് ആൻസർ. ഓക്കെ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ആൻസർ വരെ ഓപ്ഷൻ നമ്പർ ബി x³ ആണ്. കാരണം x³ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് f' എന്ന് പറയുമ്പോൾ നമുക്കതിന് 3x² എന്ന് എഴുതാം. 3x² എന്ന് പറയുമ്പോൾ x² എപ്പോഴും പോസിറ്റീവാണ്. സോ 3x² എന്ന് പറയുന്നതും എപ്പോഴും തന്നെയായിരിക്കും പോസിറ്റീവ് ആയിരിക്കും. സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് >0 ആയതുകൊണ്ട് ആ ഫംഗ്ഷൻ എന്തായിരിക്കും, ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ. സോ ഓപ്ഷൻ നമ്പർ ബി x³ എന്നുള്ളത് ആൻസർ ആയിട്ട് എഴുതാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഇൻ്റർവൽ ഇൻ വിച്ച് f(x) = x² - 4x + 6 ഇസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. ഏത് ഇൻ്റർവെല്ലിലാണ് ഇൻക്രീസിങ്, അതുപോലെ ഏത് ഇൻ്റർവെല്ലിലാണ് ഡിക്രീസിങ് എന്ന് കാണണം. തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഴുതാം. അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം. f' = 2x - 4 എന്ന് കിട്ടും. f' = 0 കൊടുത്തു കഴിഞ്ഞാൽ 2x - 4 = 0 എന്ന് എഴുതാം. therefore x = 2 എന്ന് കിട്ടും. ആ x = 2 വെച്ചിട്ട് നമ്മളൊരു ഇൻ്റർവെല്ല് മാർക്ക് ചെയ്യുക. സോ x = 2 ആണെങ്കിൽ -∞ മുതൽ 2 വരെ ഒരു ഇൻ്റർവെൽ, അതുപോലെ 2 to ∞ വേറൊരു ഇൻ്റർവെൽ എന്ന് മാർക്ക് ചെയ്യുക. ഇനി -∞ to 2 വരെയുള്ള ഒരു പോയിന്റ് എടുക്കുക. അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു പോയിൻ്റാണ് 0. സോ f' കണ്ടുപിടിക്കുക, വിച്ച് ഇസ് <0 എന്ന് കിട്ടും. അതേപോലെ 2 to ∞ ഒരു പോയിന്റ് എടുക്കുക. 2 to ∞ ഒരു പോയിൻ്റാണ് 3. സോ f' എന്ന് പറയുന്നത് <0 എന്ന് വരും. therefore നമുക്ക് പറയാം f' എന്ന് പറയുന്നത് <0 in the interval -∞ to 2 and therefore f is decreasing in that interval എന്ന് എഴുതാം. അതേപോലെ തന്നെ f' <0 in 2 to ∞ and f is increasing on 2 to ∞ എന്ന് പറഞ്ഞിട്ട് 2 ഇൻ്റർവെല്ലും എഴുതാം. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഈ ഇൻക്രീസിങ് ഫംഗ്ഷനും ഡിക്രീസിങ് ഫംഗ്ഷനും ഈ ഒരു കോൺസെപ്റ്റൊക്കെ അറിയുന്നവർക്ക് ചെയ്ത് കാണാവുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എഫ് തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് f(x) = kx + 1 if x less than or equal to pi and f(x) = cos x if x greater than pi. For what value of k f is continuous. f കണ്ടിന്യൂസ് ആണ് തന്നിട്ടുണ്ട്. അതിൽ k സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂ ആണ് കാണേണ്ടത്. എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് എന്തെഴുതാം, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണെന്ന് എഴുതാം. സോ ലിമിറ്റ് x → to pi - f(x) = limit x → to pi + f(x) എന്ന് എഴുതാം. ഇനി ഇവിടെ പൈ മൈനസ് ആകുമ്പോൾ f(x)ൻ്റെ വാല്യൂ എന്താണെന്ന് തന്ന ഫംഗ്ഷൻ നോക്കിയിട്ട് എഴുതാം. പൈ മൈനസ് എന്ന് പറയുമ്പോൾ x < or = pi ആണെങ്കിൽ ഫംഗ്ഷൻ എങ്ങനെ എടുക്കണം, kx + 1 എന്ന് എഴുതണം. സോ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ അവിടെ ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ kx + 1 എന്ന് കൊടുക്കുക. അതേപോലെ ലിമിറ്റ് x → to pi+ ആണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ എങ്ങനെ എടുക്കണം, cos x എന്ന് എടുക്കണം. സോ ഇവിടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ അവിടെ cos x എന്ന് ഫംഗ്ഷൻ കൊടുക്കുക. ഇനി എക്സിന് പൈ എന്നുള്ള വാല്യൂ കൊടുക്കുക. സോ k pi + 1 = cos pi എന്ന് വരും. cos pi = നമുക്കറിയാം -1 എന്ന്. സോ k = -2/pi എന്ന് കിട്ടും.
ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എഫ് ഓഫ് 2 കാണാനാണ്. സോ 2 എന്നുള്ള വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് രണ്ട് രീതിയിലാണ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ആണെങ്കിൽ ഈ രീതിയിൽ ഫംഗ്ഷൻ എടുക്കണം, കെ എക്സ് പ്ലസ് 1 എന്ന്. എക്സ് ഗ്രേറ്റർ ദാൻ പൈ ആണെന്നുണ്ടെങ്കിൽ കോസ് എക്സ് എന്ന് പറഞ്ഞിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള 2 എന്ന് പറഞ്ഞ വാല്യൂ എങ്ങനെയാണെന്ന് നോക്കുക. 2 മീൻസ് ഇറ്റ് ഇസ് പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 3.14 ആണ്. 2 ഇറ്റ് ഇസ് ലെസ് ദാൻ 3.14. സോ എക്സ് ലെസ് ദാൻ 3.14 എന്നുള്ള കണ്ടീഷനാണ് നമ്മൾ എടുക്കേണ്ടത്. സോ എക്സ് ലെസ് ദാൻ 3.14 എന്ന് പറയുമ്പോൾ അത് കെ എക്സ് പ്ലസ് 1 എന്നാണ് ഫംഗ്ഷൻ എടുക്കേണ്ടത്. സോ എഫ് ഓഫ് 2 എന്ന് പറയുമ്പോൾ കെ എക്സ് പ്ലസ് 1 എന്നുള്ള ഫംഗ്ഷനിൽ 2 എന്നുള്ളത് എക്സിന് കൊടുത്തിട്ട് കാണാം. സോ കെ ഇൻറ്റു 2 പ്ലസ് 1 സിംപ്ലിഫൈ ചെയ്താൽ -4/π പ്ലസ് 1 എന്ന് കിട്ടും, ഓർ 1 - 4/π എന്ന് നമുക്ക് ആൻസർ എഴുതാം. ഇനി 6th ക്വസ്റ്റ്യൻ ഇൻ്റഗ്രലിൻ്റെ ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. വെരി ഈസി ക്വസ്റ്റ്യൻ. ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ് എന്ന് പറയുന്നത്. സോ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്നുള്ള രീതിയിലാണ്. അതിന് നമുക്ക് ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് എഴുതാം. സോ ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് ആൻസർ കിട്ടും. ഇനി അതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ ഓഫ് 0 to 1 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ 1 + x² ഇൻറ്റു ഡി എക്സ്. ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിന് യു എന്ന് കൊടുക്കുക. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1/1 + x² ഇൻറ്റു ഡി എക്സ്. അതാണ് അതിൻ്റെ കൂടെ അവിടെ കിടക്കുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ ഓഫ് ഇനി ഇൻ്റഗ്രലിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൂടി ഒന്ന് കൊടുക്കുക. സോ എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ യു ഈക്വൽ ടു 0 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ യു ഈക്വൽ ടു π/4 എന്ന് കിട്ടും. ആ രണ്ട് വാല്യൂസ് ഇവിടെ കൊടുക്കുക. ഇൻ്റഗ്രൽ 0 to π/4 u du എന്ന് എഴുതാം. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ u²/2 എന്ന് കിട്ടും. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്താൽ ഫൈനൽ ആൻസർ π²/32 എന്ന് കിട്ടും. ഇതും ചെയ്ത് കാണാവുന്ന ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി 7th ക്വസ്റ്റ്യൻ. ഇഫ് തീറ്റ ഇസ് ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ് എ ആൻഡ് ബി വിത്ത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഡോട്ട് ബി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ദെൻ തീറ്റ ഇസ് ഡാഷ്. ഡോട്ട് പ്രോഡക്റ്റും അതുപോലെ തന്നെ ക്രോസ് പ്രോഡക്റ്റും രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആവുന്നുണ്ടെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ഇതേ രീതിയിൽ നമുക്കത് ചെയ്ത് കാണാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ എ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ എന്ന് എഴുതാം. എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ എ ബി ഇൻറ്റു സൈൻ തീറ്റ എന്ന് എഴുതാം. എയും ബിയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ കോസ് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് കിട്ടും. ദഫോ തീറ്റ ഇസ് ഈക്വൽ ടു 45 എന്ന് എഴുതാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ കാണാനാണ്. യൂണിറ്റ് വെക്ടർ കാണാൻ വെക്ടർ ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചെയ്താൽ മതി. സോ i - k ഡിവൈഡഡ് ബൈ വെക്ടർ എൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ √1² + 1² എന്ന് വരും. സോ √2 എന്ന് കിട്ടും. സോ i - k / √2 എന്ന് ആൻസർ എഴുതാം. ഇനി 8th ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റിയിൽ നിന്ന് പി ഓഫ് എ തന്നിട്ടുണ്ട്, പി ഓഫ് ബി തന്നിട്ടുണ്ട്, പി ഓഫ് ബി ഗിവൺ എ തന്നിട്ടുണ്ട്. ഫൈൻ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. പി ഓഫ് ബി ഗിവൺ എ നമുക്ക് തന്നിട്ടുണ്ട്. പി ഓഫ് ബി ഗിവൺ എ തന്നിട്ടുള്ളത് 0.4 എന്നാണ്. പി ഓഫ് ബി ഗിവൺ എയുടെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ ഇക്വേഷൻ ഒന്ന് എഴുതാം. പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ ഡിവൈഡഡ് ബൈ പി ഓഫ് എ ഈക്വൽ ടു 0.4 എന്ന് എഴുതാം. അതിൽ പി ഓഫ് എയുടെ വാല്യൂ അറിയാം 0.8. സോ പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ ഡിവൈഡഡ് ബൈ 0.8 ഈക്വൽ ടു 0.4 എന്ന് എഴുതാം. ദോ പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്നത് 0.32 എന്ന് ആൻസർ കിട്ടും. ഇനി അതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് പി ഓഫ് എ ഗിവൺ ബി കാണാനാണ്. പി ഓഫ് എ ഗിവൺ ബിയുടെ ഇക്വേഷൻ എഴുതാം. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ 0.32 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ പി ഓഫ് ബിയുടെ വാല്യൂ കൊടുക്കുക. സോ 0.64 എന്ന് ആൻസർ കിട്ടും. തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ചെക്ക് വെദർ എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനാണ്. എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആവുന്നുണ്ടെങ്കിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആയിരിക്കും. സോ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി അറിയാം. അതുപോലെ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 0.40 എന്നാൽ കിട്ടുക. രണ്ടും ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? എ എൻ ബിയും ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എ ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ദ മിനിമം നമ്പർ ഓഫ് ഓർഡേഡ് പെയേഴ്സ് ടു ഫോം എ റിഫ്ലെക്സീവ് റിലേഷൻ ഓൺ സെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3. ഒരു സെറ്റ് തന്നിട്ടുണ്ട്. മിനിമം നമ്പർ ഓഫ് ഓർഡേഡ് പെയേഴ്സ് എത്ര വേണം ഈ ഒരു എ വെച്ചിട്ടുള്ള ഈ ഒരു റിലേഷൻ നമ്മൾ റിഫ്ലെക്സീവ് റിലേഷൻ ആവണമെന്നുണ്ടെങ്കിൽ. സോ റിഫ്ലെക്സീവ് ആവണമെന്നുണ്ടെങ്കിൽ എവറി എ ബിലോങ്സ് ടു ആർ ആയിരിക്കണം. അതായത് ഇവിടെ 3 എലമെൻറ്റ്സ് ആണുള്ളത്. സോ 1 1 ഉണ്ടായിരിക്കണം, 2 2 ഉണ്ടായിരിക്കണം, 3 3 ഉണ്ടായിരിക്കണം. ആ 3 ഓർഡേഡ് പെയേഴ്സും എന്തായാലും ആ റിലേഷനിൽ ഉണ്ടായിരിക്കണം. സോ 1 1 2 2 3 3 ഈ 3 പെയേഴ്സും എന്തായാലും ആ റിലേഷനിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് റിഫ്ലെക്സീവ് ആവുള്ളൂ. ദഫോ മിനിമം നമ്പർ ഓഫ് ഓർഡേഡ് പെയേഴ്സ് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഈ 3 എലമെൻറ്റ്സ് എങ്കിലും ഉണ്ടാവണം. ദഫോ നമുക്ക് 3 എന്ന് പറഞ്ഞിട്ട് ആൻസർ എഴുതാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഈക്വൽ ടു സെറ്റ് എ ബി സച്ച് ദാറ്റ് മോഡ് എ മൈനസ് ബി ഇസ് ഈവൻ ഡിഫൈൻഡ് ഓൺ എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 ഈസ് ആൻ ഇക്വാലൻസ് റിലേഷൻ എന്ന് പ്രൂവ് ചെയ്യണം. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ.
ഒരു റിലേഷൻ ഇക്വാലൻസ് റിലേഷൻ ആവണമെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം, റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമ്മട്രിക് ആയിരിക്കണം, അതുപോലെ ട്രാൻസിറ്റീവ് ആയിരിക്കണം. സോ ഫസ്റ്റ് കണ്ടീഷൻ റിഫ്ലെക്സീവ് എടുക്കുക. ഇതൊന്നുമില്ലെങ്കിൽ ഈ ആർ എന്ന് പറഞ്ഞ റിലേഷൻ ഇവിടെ 5 എലമെൻറ്റ്സ് ആണല്ലോ തന്നിട്ടുള്ളത്. സോ അത് വെച്ചിട്ട് ആർ എന്ന് പറഞ്ഞ റിലേഷൻ കംപ്ലീറ്റ് എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് ഇക്വാലൻസ് പ്രൂവ് ചെയ്യാം. അതല്ലെങ്കിൽ ജനറലായിട്ട് എയും ബിയും ഒക്കെ എടുത്തുകൊണ്ട് അങ്ങനെയും പ്രൂവ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ജനറലായിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. സോ റിഫ്ലെക്സീവ് എന്നുള്ള കണ്ടീഷൻ പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർ എവറി എ ബിലോങ്സ് ടു എ വി നീഡ് ടു പ്രൂവ് ദാറ്റ് എ ബിലോങ്സ് ടു ആർ. സോ നമ്മൾ എ എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് എ മൈനസ് എ എന്നാണ് വരാം. മോഡുലസ് ഓഫ് എ മൈനസ് എ എന്ന് പറയുമ്പോൾ അത് ഈക്വൽ ടു 0 വരും. സോ നമുക്ക് എഴുതാം ഈവൺ ആയതുകൊണ്ട് ഓർഡർഡ് പെയർ എ ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഫോർ ആർ ഇസ് റിഫ്ലെക്സീവ് എന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ സിമെട്രിക് ആണെങ്കിൽ ലെറ്റ് എ ബി ബിലോങ്സ് ടു ആർ എന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ മോഡ് എ മൈനസ് ബി എന്ന് പറയുന്നത് ഈവൺ ആയിരിക്കും. മോഡുലസ് ഓഫ് എ മൈനസ് ബി ഈവൺ ആണെങ്കിൽ അതിന് നമുക്ക് ബി മൈനസ് എ എന്ന് എഴുതാമല്ലോ. മോഡുലസ് ഓഫ് ബി മൈനസ് എയും എന്തുതന്നെയായിരിക്കും, ഈവൺ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഫോർ ബി എ ബിലോങ്സ് ടു ആർ ആൻഡ് ആർ ഇസ് സിമെട്രിക് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ ട്രാൻസിറ്റീവ് ആണെങ്കിൽ 2 പെയേഴ്സ് എടുക്കുക. എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ. എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ മോഡ് എ മൈനസ് ബി ഇസ് ഈവൺ എന്ന് എഴുതാം. അതുപോലെ ബി സി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ മോഡ് ബി മൈനസ് സി ഇസ് ഈവൺ എന്ന് എഴുതാം. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ, അതായത് എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ചെയ്താൽ നമുക്ക് എ മൈനസ് സി എന്നാൽ കിട്ടുക. സോ മോഡുലസ് ഓഫ് എ മൈനസ് സി ഇസ് ഓൾസോ ഈവൺ എന്ന് എഴുതാം. ദർഫോർ എ സി ഓൾസോ ബിലോങ്സ് ടു ആർ എന്ന് എഴുതാം. ഹെൻസ് ആർ ഇസ് ട്രാൻസിറ്റീവ്. ദർഫോർ ആർ ഇസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അതുകൊണ്ട് ആർ എന്ന് പറയുന്നത് ഇക്വാലൻസ് റിലേഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് പ്രൂവ് ചെയ്യാം. ഇത്രയുമാണ് 9th ക്വസ്റ്റ്യൻ. ഇനി 10th ക്വസ്റ്റ്യൻ, എക്സ് പ്ലസ് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 3 1 -1 2 ആസ് എ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു മെട്രിക്സ് തന്നിട്ട് സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കിൻ്റെയും സമ്മായിട്ട് എഴുതുന്നത്. സാധാരണ 3/3 മെട്രിക്സ് ആണ് ചോദിക്കാറ്. ഇവിടെ 2/2 ആയതുകൊണ്ട് ഒന്നും കൂടി എളുപ്പമായി. സോ എ കാണാം, എ ട്രാൻസ്പോസ് കാണാം, എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. എ പ്ലസ് എ ട്രാൻസ്പോസ് കാണുമ്പോൾ 6 0 0 4 എന്ന് കിട്ടും. ദെൻ 1/2 ഇൻറ്റു എ പ്ലസ് ട്രാൻസ്പോസ് കാണാം. സോ 3 0 0 2 എന്ന് കിട്ടും. അതുപോലെ എ മൈനസ് എ ട്രാൻസ്പോസ് കണ്ടിട്ട് എ 1/2 ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് കാണാം. സോ നമുക്ക് 0 1 -1 0 എന്ന് കിട്ടും. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/2 ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് 1/2 ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് ചെയ്യുക. സോ നമുക്ക് ചെയ്ത് വരുമ്പോൾ എ എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നെ കിട്ടും. 3 1 -1 2 തന്നെ കിട്ടും. അങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം ഇത്. ഇനി ഇതിൽ തന്നെ ഒരു ബി ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിട്ടുണ്ട്. അതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ചെയ്യണം എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i ഈക്വൽ ടു 0 എന്നുള്ളത് പ്രൂവ് ചെയ്യണം. സോ ആദ്യം നമ്മൾ എ സ്ക്വയർ കണ്ടുപിടിക്കുക. എ സ്ക്വയർ കാണുമ്പോൾ 8 5 - 5 3 എന്ന് കിട്ടും. ദെൻ 5a കാണാം, 5 ഇൻറ്റു മെട്രിക്സ് എ ചെയ്യുക. സോ 15 5 - 5 ഇൻറ്റു 10 കിട്ടും. 7i കാണാം. സോ 7 0 0 7. ദെൻ എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i കാണാം. സോ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് 0 എന്ന് ആൻസർ കിട്ടും. അപ്പം നമുക്ക് ആ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. ഇനി 11th ക്വസ്റ്റ്യൻ, ഇത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. പലർക്കും ചെയ്ത് കിട്ടിയിട്ടുണ്ടാവില്ല. എത്ര പേർക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഷോ ദാറ്റ് ഓഫ് among all rectangles inscribed in a given circle square has the maximum area. അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നന്നായി വായിച്ചു നോക്കുക. ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ആ സർക്കിളിൻ്റെ ഉള്ളിൽ നമ്മൾ കുറേ റെക്റ്റാങ്കിൾസ് ഒക്കെ വരക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സ്ക്വയറിനായിരിക്കും മാക്സിമം ഏരിയ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇതേ രീതിയിൽ ഒരു സർക്കിൾ വരയ്ക്കുക. ഉള്ളിലൊരു റെക്റ്റാങ്കിൾ ഇതേപോലെ ഇൻസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. അതിന് ഞാൻ ABCD എന്ന് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് X എടുത്തിട്ടുണ്ട്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് Y ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു സർക്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ BD എന്ന് പറയുന്നത് അതിൻ്റെ ഡയാമീറ്ററാണ്. ഇത് ട്രയാങ്കിൾ വെച്ച് നോക്കുമ്പോൾ അത് അതിൻ്റെ ഡയഗണലുമാണ്. സോ ഇത് ഡയാമീറ്റർ ആയതുകൊണ്ട് തന്നെ ഈ സർക്കിളിൻ്റെ റേഡിയസ് 6 ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഡയാമീറ്റർ നമുക്ക് 2r എന്ന് എഴുതാം. അപ്പോൾ ഡയഗണൽ BD എന്ന് പറയുന്നത് 2r എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സൈഡ്സൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ ഫോം ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തുകൊണ്ട് x² + y² = 2r² എന്ന് എഴുതാം. അപ്പോൾ y² = 4r² - x² എന്ന് കിട്ടും. ആൻഡ് y = സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ √4r² - x² എന്ന് എഴുതാം. ഇനി ചോദിച്ചിട്ടുള്ളത് സ്ക്വയറിനാണ് മാക്സിമം ഏരിയ എന്ന് പ്രൂവ് ചെയ്യാനാണ്. സോ നമ്മൾ ഏരിയയുടെ ഇക്വേഷൻ എഴുതി തുടങ്ങാം. ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് എക്സും ബ്രെഡ്ത്ത് ആയിട്ട് എടുത്തിട്ടുള്ളത് വൈയും ആണ്. സോ x ഇൻറ്റു വൈ എന്ന് എഴുതാം. അതായത് x ഇൻറ്റു വൈയുടെ പ്ലേസിൽ ഇക്വേഷൻ കൊടുക്കുക. ഇനി ഇവിടെ ഏരിയയുടെ ഇക്വേഷനിൽ ഇവിടെ സ്ക്വയർ റൂട്ട് വന്നതുകൊണ്ട് ഞാൻ അതിനെ സ്ക്വയർ ചെയ്തിട്ട് എഴുതാണ്. a² = x² × 4r² - x² എന്ന് എഴുതാം. ഇത് ഞാൻ z ആയിട്ട് എടുക്കണം. ലെറ്റ് z = x² × 4r² - x². ഇനി z-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം വിത്ത് റെസ്പെക്ട് ടു x. ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുമ്പോൾ x² ഇൻറ്റു പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ട് ചെയ്യുക. x² × 4r² - x²ൻ്റെ ഡെറിവേറ്റീവ് -2x എന്ന് എഴുതാം. പ്ലസ് 4r² - x² ഇൻറ്റു x²ൻ്റെ ഡെറിവേറ്റീവ് 2x എന്ന് എഴുതാം. സിംപ്ലിഫൈ ചെയ്താൽ 8r² x - 4x³ എന്ന് കിട്ടും.
ഇനി മാക്സിമം ഏരിയ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 കൊടുത്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. സോ dz/dx ഈക്വൽ ടു 0 കൊടുത്തിട്ട് കഴിഞ്ഞാൽ 8r² - 4x³ ഈക്വൽ ടു 0 വരും. സിംപ്ലിഫൈ ചെയ്താൽ x ഈക്വൽ ടു 0 വരും, അല്ലെങ്കിൽ x² ഈക്വൽ ടു 2r² എന്ന് കിട്ടും. x ഈക്വൽ ടു 0 എന്തായാലും ആവില്ല, കാരണം ലെങ്ത് എന്ന് പറയുന്നത് ഒരിക്കലും 0 ആവില്ല. സോ അത് പോസിബിൾ അല്ല. പിന്നെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് x² ഈക്വൽ ടു 2r² ആണ്. സോ ഇത് നമുക്ക് എടുക്കാം, രണ്ടാമത്തെ കണ്ടീഷൻ. ഇനി ഇതിൻ്റെ ഇപ്പം നമ്മൾ കണ്ടത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്, അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാം. dz/dx നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് 8r² - 4x³. ഇതിൻ്റെ ഡെറിവേറ്റീവ് ഒന്ന് കാണാം. സോ 8r² - 12x² എന്ന് സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടും. ഇതിൽ x²ൻ്റെ വാല്യൂ 2r² എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് <0 ആണോ <0 ആണോ എന്ന് നോക്കുക. ഈ സെക്കൻഡ് ഡെറിവേറ്റീവ് <0 ആണെങ്കിലാണ് ഏരിയ മാക്സിമം ആവുക. സോ ഇവിടെ x² ഈക്വൽ ടു 2r² എന്നുള്ള വാല്യൂവിൽ d²z/dx² എത്ര വരുന്നു എന്ന് കണ്ടുപിടിക്കുക. സോ d²z/dx² നമുക്ക് കിട്ടിയത് 8r² - 12x² എന്നാണ്. അതിൽ x²ൻ്റെ പ്ലേസിൽ 2r² എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് d²z/dx² <0 എന്ന് വരും. സോ d²z/dx² x² ഈക്വൽ ടു 2r² <0 ആയതുകൊണ്ട് ആ ഒരു പോയിന്റിൽ x² ഈക്വൽ ടു 2r² എന്നുള്ള പോയിന്റിൽ ഏരിയ മാക്സിമം ആയിരിക്കും. അതായത് x² ഈക്വൽ ടു 2r² എന്നുള്ളതിനെ നമുക്ക് x ഈക്വൽ ടു √2r എന്ന് എഴുതാം. സോ x ഈക്വൽ ടു √2r എന്നുള്ള പോയിന്റിൽ ഏരിയ മാക്സിമം ആയിരിക്കും എന്ന് പറയാം. ഇനി x ഈക്വൽ ടു √2r ആണെങ്കിൽ y-യുടെ വാല്യൂ എത്രയെന്ന് y-യുടെ ഇക്വേഷനിൽ കൊടുത്തിട്ട് കാണാം. സോ y നമുക്ക് കിട്ടിയിട്ടുള്ളത് √4r² - x² ആണ്. അവിടെ x²ൻ്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ y ഈക്വൽ ടു √2r² എന്ന് കിട്ടും. ദെർഫോർ y-യും √2r എന്ന് കിട്ടും. ദെർഫോർ x ഈക്വൽ ടു √2r ആൻഡ് y ഈക്വൽ ടു √2r രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടും. രണ്ടും ഈക്വൽ ആണെങ്കിൽ അതെന്തായിരിക്കും? ആ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആയിരിക്കും. അപ്പം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, ഏരിയ മാക്സിമം ആവുക എപ്പോഴാണ്? റെക്റ്റാങ്കിൾ ഇൻസ്ക്രൈബ് ചെയ്തിട്ടുള്ള റെക്റ്റാങ്കിൾ സ്ക്വയർ ആകുമ്പോഴാണ് ഏരിയ മാക്സിമം എന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് പലർക്കും ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. എന്തായാലും ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല എന്ന് വിചാരിക്കാം. ഗിവൺ ലൈൻസ്, രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട്. വെക്റ്റർ ഫോമിൽ ഒബ്റ്റെയിൻ എ വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് ലൈൻസ്. രണ്ട് ലൈൻസിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്റ്റർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ട് ലൈൻസിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്റ്റർ എന്ന് പറയുമ്പോൾ അത് കാണേണ്ടത് എന്താണ്? b1 ക്രോസ് b2 ആണ് കാണേണ്ടത്. സോ ഇവിടെ ഫസ്റ്റ് ലൈനിൽ നിന്ന് b1 എന്ന് പറയുമ്പോൾ i - j - 2k എന്ന് എഴുതാം. രണ്ടാമത്തെ ലൈനിൽ നിന്ന് b2 എന്ന് പറയുമ്പോൾ 3i - 5j - 4k എന്ന് എഴുതാം. അതിൽ നിന്ന് b1 ക്രോസ് b2 കണ്ടുപിടിക്കാം. ijk ഇൻറ്റു കോയിഫിഷ്യൻ്റ് നോക്കുക, 1 - 1 - 2, ഇവിടെ 3 - 5 - 4. ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കാണുമ്പോൾ -6i - 2j - 2k കിട്ടും. ഇതാണ് b1 ക്രോസ് b2. സോ ദിസ് ഇസ് എ വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് ദ ലൈൻസ്. അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള എ ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പെർപെൻഡിക്കുലർ ടു ദ ഗിവൺ ലൈൻസ് ആൻഡ് പാസിംഗ് ത്രൂ ദ പോയിന്റ് 1, 2, 3. ഇനി ഇക്വേഷൻ ഓഫ് ദ ലൈൻ ആണ് കാണേണ്ടത്. ഇക്വേഷൻ ഓഫ് ദ ലൈൻ വെക്റ്റർ ഫോമിലാണെങ്കിൽ a + λb എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതാറ്, a + λb. ഇനി ആ ഒരു ലൈന് 1, 2, 3 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പോകുന്നത് കൊണ്ട് വെക്റ്റർ a എന്ന് പറയുന്നത് i + 2j + 3k എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി വെക്റ്റർ b കാണണം. വെക്റ്റർ b എന്ന് പറയുന്നത് രണ്ട് ലൈൻസിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനായിട്ടാണ് വെക്റ്റർ b എഴുതേണ്ടത്. സോ രണ്ട് ലൈൻസിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത് b1 ക്രോസ് b2 എന്ന് പറഞ്ഞിട്ട് -6i - 2j - 2k. അതാണ് നമ്മളിവിടെ b ആയിട്ട് എടുക്കേണ്ടത്. സോ വെക്റ്റർ r is equal to i + 2j + 3k + λ ഇൻറ്റു -6i - 2j - 2k എന്ന് പറഞ്ഞിട്ട് ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാം. ഇനി ഇത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ കാർട്ടീഷ്യൻ ഫോമിലും നിങ്ങൾക്ക് എഴുതാം. കാർട്ടീഷ്യൻ ഫോമിലാണെങ്കിൽ x - x1/a = y - y1/b = z - z1/c. ഇതിൽ x1, y1, z1 എന്ന് പറയുന്നത് പാസ് ചെയ്യുന്ന പോയിന്റ് എടുക്കുക, 1, 2, 3 എന്നുള്ളത് എടുക്കുക. അതുപോലെ a, b, c എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള കോയിഫിഷ്യൻ്റ് എടുക്കുക, -6, -2, -2 എന്നുള്ളത് എടുക്കുക. സോ x - 1/-6 = y - 2/-2 = z - 3/-2 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇതും പലർക്കും ചെയ്ത് കിട്ടാത്ത ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്തായാലും കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. യൂസിങ് ഇൻ്റഗ്രേഷൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ എലിപ്സ്. ഏരിയ കാണണം ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് മാത്രം. ഇത് സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. സാധാരണ ഫുള്ളായിട്ട് എലിപ്സിൻ്റെ ഏരിയയാണ് ചോദിക്കാറ്. ഇവിടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. സോ ആദ്യം ഇക്വേഷൻ എഴുതാം, x² / 4 + y² / 9 = 1 എന്ന് എഴുതാം. അതിൽ നിന്ന് y-യുടെ ഇക്വേഷൻ കാണാം, y = 3/2 × √4 - x² എന്ന് കിട്ടും. ഏരിയ കാണണമെങ്കിൽ ഇൻ്റഗ്രൽ a to b y dx ആണ് കാണേണ്ടത്. സോ ഇൻ്റഗ്രൽ 0 to 2 y-യുടെ വാല്യൂ കൊടുക്കുക, 3/2 × √4 - x² × dx കിട്ടും. അതിൽ 3/2 കോൺസ്റ്റൻറ്റ് ഔട്ട്സൈഡ് എടുക്കുക. സോ 3/2 × ഇൻ്റഗ്രൽ ഓഫ് 0 to 2 √4 - x². √4 - x²ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ √a² - x²ൻ്റെ ഇൻ്റഗ്രൽ കൊടുക്കുക. √a² - x² എന്ന് പറയുമ്പോൾ x/2 × √a² - x² + a²/2 × sin inverse of x/a. ഇവിടെ a എന്ന് പറയുന്നത് 2 ആണ്. സോ നമുക്ക്
നമുക്കിതിനെ x/2 ഇൻറ്റു റൂട്ട് ഓഫ് 4 - x² പ്ലസ് 2²/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് x/2 എന്ന് എഴുതാം. അതിൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും രണ്ടും കൊടുക്കുക. അപ്പർ ലിമിറ്റ് 2 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2/2 ഇൻറ്റു റൂട്ട് ഓഫ് 4 - 4 എന്ന് വരും. അതായത് ഈ ടേം 0 ആയിട്ട് പോകും. പിന്നെ രണ്ടാമത്തെ ടേം എന്ന് പറയുമ്പോൾ 2²/4 അതായത് 4/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് വരും. പിന്നെ ലോവർ ലിമിറ്റ് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തം 0 ആയിട്ടാണ് പോവുക. സോ മറ്റുള്ള ടേംസ് ഒന്നും ഉണ്ടാവില്ല, ഈ ഒരൊറ്റ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3π/2 എന്ന് നമുക്ക് 3π/2 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് ആൻസർ കിട്ടും ഏരിയ. അതാണ് ഇപ്പോൾ 13th ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു, 4 മാർക്സ് മേടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. റിമൈനിങ് ക്വസ്റ്റ്യൻസ് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്